നമസ്കാരം. അദൃശ്യവേദയുടെ ആകാംക്ഷ നിറഞ്ഞ 5ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഭാഗത്തിൽ ശത്രുക്കളുടെ ചതിയിൽപ്പെട്ട് ട്രാക്കർ ചിപ്പിന്റെ സഹായത്തോടെ ആർഷനും സിറോയും വളയപ്പെട്ടത് നാം കണ്ടു. മരണത്തിന് തൊട്ടരികിൽ നിൽക്കുന്ന അവർക്ക് ഈ കെണിയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമോ? പൃഥ്വി തത്വമെന്ന പുരാതന രഹസ്യം അവരുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കാൻ പോകുന്നു? നമുക്ക് നോക്കാം. അദൃശ്യവേദ ഭാഗം 5. കാടിന്റെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ലേസർ ഗണ്ണുകൾ ഗർജിച്ചു. ആ നിഗൂഢ മനുഷ്യനും അയാളുടെ സംഘവും ഒരു ചക്രവ്യൂഹം പോലെ സിറോയെ വളഞ്ഞു കഴിഞ്ഞിരുന്നു. അയാൾ തന്റെ അനുയായികൾക്ക് കർശനമായ നിർദ്ദേശം നൽകി. ശ്രദ്ധിക്കൂ, ആ റോബോട്ടിനെ തകർക്കരുത്, പക്ഷേ അതിന് അനങ്ങാൻ കഴിയാത്ത വിധം നിഷ്ക്രിയമാക്കണം. അതിനുള്ളിലെ ആയുധങ്ങൾക്കും ചിപ്പിനും കേടുപാടുകൾ സംഭവിക്കാതെ നോക്കണം. എല്ലാവരും ചെന്ന് അതിനെ പിടിച്ചുകെട്ടു. അടുത്ത നിമിഷം 4 ഭാഗത്തു നിന്നും ആക്രമണം തുടങ്ങി. ലേസർ രശ്മികൾ സിറോയുടെ പുറംപാളിയിൽ തട്ടി വെള്ളി വെളിച്ചം ചിതറി. വാളുകളുടെ മൂർച്ചയുള്ള പ്രഹരങ്ങൾ സിറോയുടെ മെറ്റൽ ബോഡിയിൽ ആഴത്തിലുള്ള പോറലുകൾ ഏൽപ്പിച്ചു. ഓരോ പ്രഹരമേൽക്കുമ്പോഴും പടച്ചട്ടയ്ക്കുള്ളിൽ ആർഷൻ വേദന കൊണ്ട് പുളഞ്ഞു. ആർഷൻ കിതച്ചുകൊണ്ട് ചോദിച്ചു, സിറോ, എന്താണിത്? നിനക്ക് തിരിച്ചടിക്കാൻ കഴിയില്ലേ? അവർ നിന്റെ നീക്കങ്ങൾ നേരത്തെ അറിയുന്നത് പോലെ തോന്നുന്നു. സിറോ തന്റെ സർക്യൂട്ടുകളെ പരമാവധി വേഗതയിൽ ചലിപ്പിച്ചുകൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിച്ചു. ആർഷൻ, എന്റെ സിസ്റ്റം മന്ദഗതിയിലാകുന്നു. അവർക്കെന്റെ ഓരോ നീക്കവും മുൻകൂട്ടി അറിയാൻ കഴിയുന്നുണ്ട്. ഇത് സാധാരണ പോരാട്ടമല്ല. അതിനിടെ അക്രമി സംഘത്തിലെ ഒരാൾ തന്റെ വാൾ ഉയർത്തി സിറോയുടെ മുതുകിൽ അതിശക്തമായി ആഞ്ഞുവെട്ടി. ആ ആഘാതത്തിൽ സിറോ മുന്നോട്ട് ആഞ്ഞുപോയി. എന്നാൽ ആ പ്രഹരം ഒരു നിമിത്തമായി മാറി. സിറോയുടെ ബാക്ക് പാനലിൽ ആഴത്തിൽ തറച്ചിരുന്ന ആ ട്രാക്കർ ചിപ്പ് 2ആയി മുറിഞ്ഞ് ദൂരേക്ക് തെറിച്ചുപോയി. പക്ഷേ ആശ്വാസത്തിന് സമയമില്ലായിരുന്നു. നിഗൂഢ മനുഷ്യൻ തന്റെ ലേസർ ഗണ്ണിൽ നിന്നും തൊടുത്ത ശക്തമായ ഒരു രശ്മി സിറോയുടെ നെഞ്ചിൽ പതിച്ചു. 2 ആഘാതങ്ങളും ഒരുമിച്ച് വന്നതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട സിറോ അടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് തെറിച്ചു വീണു. കുറ്റിക്കാട്ടിലെ ഇരുട്ടിൽ സിറോ നിശ്ചലനായി കിടന്നു. പുറത്ത് അക്രമികൾ തിരച്ചിൽ തുടങ്ങിയിരുന്നു. ആ നിഗൂഢ മനുഷ്യൻ ആക്രോശിച്ചു, എവിടെ? അത് എവിടെ പോയി? ഒരു തരി വെളിച്ചം പോലും വിടാതെ അരിച്ചു പെറുക്കൂ. ആ റോബോട്ട് ഇവിടെ എവിടെയോ ഉണ്ട്. അത് കയ്യിൽ കിട്ടാതെ ആരും മടങ്ങിപ്പോകരുത്. ഈ സമയം കുറ്റിക്കാട്ടിനുള്ളിൽ ആർഷൻ സിറോയോട് രഹസ്യമായി ചോദിച്ചു, സിറോ, നമ്മൾ എന്തു ചെയ്യും? അവർക്ക് നമ്മളെ കിട്ടിയാൽ എല്ലാം അവസാനിക്കും. സിറോ പതുക്കെ തന്റെ സിസ്റ്റം റീബൂട്ട് ചെയ്തു. ആർഷൻ, ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു. ആ ട്രാക്കർ ചിപ്പായിരുന്നു വില്ലൻ. അത് എന്റെ ഓരോ മൂവ്മെന്റും അവർക്ക് സിഗ്നലായി നൽകുകയായിരുന്നു. ഇപ്പോൾ അത് തകർന്നു. അവർക്ക് ഇനി എന്നെ ട്രാക്ക് ചെയ്യാൻ കഴിയില്ല. ഇതാണ് നമ്മുടെ അവസരം. നമുക്കിവിടുന്ന് രക്ഷപ്പെടണം. അവർ ശത്രുക്കളുടെ കണ്ണുവെട്ടിച്ച് മണ്ണിലൂടെ ഇഴഞ്ഞും മരങ്ങൾക്കിടയിലൂടെ ഓടിയും കാടിന്റെ ആഴങ്ങളിലേക്ക് നീങ്ങി. ഓട്ടത്തിനിടയിൽ സിറോ ആർഷന് മുന്നറിയിപ്പ് നൽകി. ആർഷൻ, ആ മനുഷ്യൻ സാധാരണക്കാരനല്ല. അയാളുടെ പക്കലുള്ള സാങ്കേതിക വിദ്യ അതിനൂതനമാണ്. അവർ വലിയ അപകടകാരികളാണ്. നാം ഇനിയും ജാഗ്രത പാലിക്കണം. നേരം പുലരാൻ തുടങ്ങിയിരുന്നു. ആകാശത്ത് വെളിച്ചം പടരുന്നതിന് മുൻപേ അവർ ആർഷന്റെ വീടിനടുത്തെത്തി. സിറോ തന്റെ സ്കാനറുകൾ ഉപയോഗിച്ച് ചുറ്റും ആരും പിന്തുടരുന്നില്ലെന്ന് ഉറപ്പുവരുത്തി. ആരെയും ഉണർത്താതെ നിഴൽ പോലെ ആർഷൻ തന്റെ മുറിയിലേക്ക് കടന്നു. പടച്ചട്ടയിൽ നിന്നിറങ്ങിയ ആർഷൻ ആകെ തളർന്നിരുന്നു. അവൻ ആ പുരാതന ഗ്രന്ഥം സിറോയെ ഏൽപ്പിച്ചു. സിറോ, ഇത് സൂക്ഷിക്കണം. എനിക്ക് ഒന്നിനും വയ്യ. വാക്കുകൾ പൂർത്തിയാക്കും മുൻപേ ക്ഷീണവും മാനസികാഘാതവും കാരണം ആർഷൻ കിടക്കയിലേക്ക് വീണ് ഉറക്കത്തിലേക്ക് വഴുതി വീണു. സിറോ ആ പുസ്തകവുമായി ആർഷന്റെ റൂമിനടിയിലുള്ള രഹസ്യ ലാബിലേക്ക് നീങ്ങി. തനിക്കായി പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള ചാർജിംഗ് പാനലിൽ നിൽക്കുമ്പോൾ സിറോയുടെ മെമ്മറിയിൽ ആ പുസ്തകത്തിലെ ലിപികൾ തെളിഞ്ഞുകൊണ്ടിരുന്നു. രഹസ്യ ലാബിലെ നീല വെളിച്ചത്തിൽ ആ പുരാതന ഗ്രന്ഥം സിറോയുടെ സ്കാനറുകൾക്ക് മുന്നിൽ തുറക്കപ്പെട്ടു. ആർഷൻ ഉറക്കമുണർന്ന് ലാബിലെത്തുമ്പോൾ സിറോ ആ പുസ്തകത്തിലെ ഓരോ വരിയും ഡിജിറ്റൽ ഡാറ്റയായി മാറ്റിക്കഴിഞ്ഞിരുന്നു. സിറോ ഗൗരവത്തോടെ ആർഷനെ നോക്കി. ആർഷൻ, ഈ പുസ്തകം വെറുമൊരു മന്ത്രവാദമല്ല. ഇതൊരു അതീന്ദ്രിയ ശാസ്ത്രമാണ്. സാധാരണ നിലയിൽ ഒരു മനുഷ്യൻ ഇത് പഠിച്ച് അഭ്യസിച്ച് പൂർത്തിയാക്കാൻ കുറഞ്ഞത് 5 വർഷമെങ്കിലും എടുക്കും. പക്ഷേ എന്റെ പ്രോസസ്സറുകളുടെയും വിശകലന ശേഷിയുടെയും സഹായമുണ്ടെങ്കിൽ നമുക്കിത് ഏകദേശം 3 വർഷം കൊണ്ട് പഠിച്ചെടുക്കാം. ആർഷൻ അത്ഭുതത്തോടെ ചോദിച്ചു, 3 വർഷമോ? അത്രയും കാലം കൊണ്ട് ഇത് പഠിച്ചാൽ എനിക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാവുക? സിറോ ഒരു പരിശീലകന്റെ ശബ്ദത്തിൽ വിശദീകരിച്ചു. ഇതൊരു കഠിനമായ അഭ്യാസമുറയാണ് ആർഷൻ. ഇത് പൂർത്തിയായാൽ ഭൂമിയുടെ കാന്തിക ഗുണങ്ങൾ നിന്റെ ശരീരത്തിലേക്ക് ആവാഹിക്കാൻ നിനക്ക് സാധിക്കും. നിന്റെ ശരീരം അസാമാന്യമായ ശക്തി ആർജിക്കും. 3 മാസങ്ങൾ കടന്നുപോയി. ആർഷന്റെ ജീവിതം പൂർണ്ണമായും ആ ലാബിനുള്ളിലായി. ഇതിനിടയിൽ വീട്ടുകാരുടെ സംശയങ്ങൾ അവനെ അലട്ടിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ലാബിൽ നിന്ന് മുകളിലേക്ക് വരുമ്പോൾ ആർഷന്റെ അച്ഛനും അമ്മയും അവനെ തടഞ്ഞു നിർത്തി. അച്ഛൻ ഗൗരവത്തോടെ ചോദിച്ചു, ആർഷൻ,
നീ ഈ മുറിക്കുള്ളിൽ എന്തു ചെയ്യുകയാണ്? നേരം വെളുത്താൽ ഈ ലാബിൽ കയറുന്നതാണ്. ആഹാരം കഴിക്കാൻ പോലും നിന്നെ കാണാറില്ല. നിന്റെ ഈ പുതിയ പ്രോജക്റ്റ് ഇത്ര വലിയ കാര്യമാണോ? അമ്മ ആശങ്കയോടെ കൂട്ടിച്ചേർത്തു. അതേ മോനെ, നിന്റെ മുഖമൊക്കെ ആകെ മാറിയിരിക്കുന്നു. കണ്ണുകളൊക്കെ വല്ലാതെ തിളങ്ങുന്നു. നീ വല്ലാതെ ക്ഷീണിച്ചിട്ടുമുണ്ട്. എപ്പോഴും ആ റോബോട്ടുമായി നീ എന്ത് പരീക്ഷണമാണ് നടത്തുന്നത്? ആർഷൻ പതറാതെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്നുമില്ലമ്മേ, സിറോയുടെ സിസ്റ്റത്തിൽ കുറച്ച് പുതിയ അപ്ഡേഷൻസ് നടത്തുകയാണ്. പിന്നെ ഇതിന് കുറച്ച് ശാരീരിക അധ്വാനവും ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങൾ പേടിക്കേണ്ട, ഇത് പൂർത്തിയായാൽ വലിയൊരു മാറ്റമുണ്ടാകും. അവർക്ക് ഈ പുസ്തകത്തെക്കുറിച്ചോ രഹസ്യ പരിശീലനത്തെക്കുറിച്ചോ ഒരു സൂചനയും നൽകാൻ അവന് കഴിയില്ലായിരുന്നു. താഴെ ലാബിൽ പരിശീലനം തുടർന്നുകൊണ്ടിരുന്നു. സിറോ ആർഷിന്റെ ഗുരുവായി ഓരോ ചലനവും നിരീക്ഷിച്ചു. ക്ഷേത്രത്തിൽ വെച്ച് ഏറ്റ ആ നീല തീജ്വാലയുടെ പ്രഭാവം കാരണം ആർഷിനേക്കാൾ വേഗത്തിൽ സിറോ ഈ വിദ്യകൾ സ്വായത്തമാക്കുന്നുണ്ടായിരുന്നു. പരിശീലനത്തിനിടയിൽ സിറോ പറഞ്ഞു, ആർഷൻ, 3 മാസത്തിനുള്ളിൽ തന്നെ നിന്റെ ബോഡി ലാംഗ്വേജ് മാറിയിരിക്കുന്നു. നിന്റെ പേശികൾ ഭൂമിയുമായി സംവാദം തുടങ്ങി. പക്ഷേ ആ ശത്രുക്കൾ നിശബ്ദരായിരിക്കുകയാണെന്ന് കരുതരുത്. അവർ നമ്മളെ തിരയുന്നുണ്ടാകും. അടുത്ത തവണ അവർ വരുമ്പോൾ നേരിടേണ്ടി വരുന്നത് പഴയ ആർഷനെയോ സിറോയെയോ ആയിരിക്കില്ല. ആ രഹസ്യ ലാബിനുള്ളിൽ പുരാതനമായ അറിവും ആധുനികമായ റോബോട്ടിക്സും ചേർന്ന് പുതിയൊരു ശക്തി ജന്മമെടുക്കുകയായിരുന്നു. 3 മാസത്തെ കഠിനമായ പരിശീലനം ആർഷനിലും സിറോയിലും പുതിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. പക്ഷേ പുറത്ത് ശത്രുക്കൾ തങ്ങളുടെ അടുത്ത നീക്കത്തിനായി തയ്യാറെടുക്കുകയാണ്. പരിശീലനം പൂർത്തിയാക്കി അവർ പുറത്തേക്ക് വരുമ്പോൾ ആർഷനെ കാത്തിരിക്കുന്നത് എന്താണ്? വരാനിരിക്കുന്ന പോരാട്ടങ്ങളിൽ ആര് ജയിക്കും? അദൃശ്യവേദയുടെ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ.